പ്രമോദ് രാമൻ എഡിറ്റർ വീണ്ടും ചേരുന്നു. പ്രമോദ്, ഈ ഭാഷ, മലയാള ഭാഷാവാദം, ആ മലയാള ഭാഷാവാദത്തെ ഒരു മൗലികവാദത്തിലേക്ക് കൊണ്ടുപോകാതെ എന്നാൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പോരാളിയെ MT എങ്ങനെ അടയാളപ്പെടുത്താം? അജിംസ്, ഒരു പറയുകയാണെങ്കിൽ അതിനകത്തൊരു തമാശയുള്ളത്, MT മലയാളമല്ല ഗ്രാജുവേഷൻ ചെയ്തത്, മലയാളം ഭാഷയായിരുന്നില്ല. അദ്ദേഹം സയൻസിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെമിസ്ട്രിയോ മറ്റോ ആണ്, അതോ ബയോ കെമിസ്ട്രിയോ അങ്ങനെ എന്തോ ഒരു സബ്ജക്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം. അദ്ദേഹം ആ നിലയ്ക്ക് ജോലിയും ചെയ്തിട്ടുണ്ട്, പല ജോലികളും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ നിലയ്ക്കുള്ള ജോലികളിലേക്കും അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹമാണ്, അങ്ങനെ ഒരാളാണ്. നമ്മളിപ്പോൾ M. ലീലാവതിയെക്കുറിച്ച് പറയാറുണ്ട്. അവർ ശരിക്കും മഹാരാഷ്ട്രയിലെ കെമിസ്ട്രി ടീച്ചറായിരുന്നു, അല്ലാതെ മലയാളം ടീച്ചറായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഭാഷയിലേക്ക് വന്ന ആളുകൾ, സാഹിത്യ ലോകത്ത് വലിയ നിലകളിലേക്ക് ഉയർന്നു വന്ന ആളുകളിൽ പലരും മലയാളം അടിസ്ഥാനപരമായി സംസ്കൃതത്തിൽ നിന്ന് വന്ന മലയാളം പഠിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമറും അതിൻ്റെ മുഴുവൻ സംഗതികളൊക്കെ പഠിച്ചിട്ട് എഴുതിയ ആളുകളല്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ MT, മലയാളത്തെ സ്നേഹിച്ച MT, മലയാളം വായിക്കാൻ ഇഷ്ടപ്പെട്ട MT, ആ വായനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ വളർത്തിയെടുത്തത് എന്ന് നമുക്കറിയാം. വായിക്കാൻ ചെറുപ്പം മുതലേ, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം കൂട്ടുകാർക്കിടയിൽ ഈ ബീഡി വലിയൊക്കെ, കുട്ടികൾക്കിടയിൽ ബീഡി വലിയൊക്കെ പതിവാണ്. അപ്പോൾ ഒരു ബീഡി കിട്ടാൻ വേണ്ടിയിട്ട് ചില മത്സരങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിനിടയിൽ MT അങ്ങനെ കിട്ടുന്ന ഒരു ബീഡി വേറൊരാൾക്ക് കൊടുത്തിട്ട് തിരിച്ചൊരു പുസ്തകം സമ്പാദിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നൊക്കെ വായിക്കാൻ വേണ്ടി ലൈബ്രറി പോയി ഒരു പുസ്തകം എടുക്കണം, കാരണം ഓരോരുത്തർക്കും നിയതമായ രീതിയിൽ മാത്രമേ പുസ്തകങ്ങൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഊഴം എനിക്ക് തന്നാൽ ഞാൻ ഈ ബീഡി തരാം, അടുത്ത ഊഴം താങ്കളുടേതാണ്, അപ്പോൾ താങ്കളുടെ ഊഴം എനിക്ക് തരികയാണെങ്കിൽ കൂട്ടുകാരൻ്റെ ഒരു ഊഴത്തിന് പോയി ഒരു പുസ്തകം എടുത്ത് വായിക്കാമല്ലോ, അങ്ങനെയാണ് ഞാൻ എൻ്റെ ബീഡി നിങ്ങൾക്ക് തരാം എന്ന നിലയിൽ അങ്ങനെ ബീഡി കൊടുത്തോണ്ട്, ബീഡി അദ്ദേഹത്തിന് പിൽക്കാലത്ത് നമുക്ക് അറിയുന്നതാണല്ലോ, ബീഡി വലിയ ഭയങ്കരമായിരുന്നല്ലോ. എന്ന് പോലും പുസ്തകത്തെ സ്നേഹിച്ച് വായിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അത് അവസാന കാലം വരെയും. ഇപ്പോൾ NE സുധീറൊക്കെ പറയും, ഏറ്റവും പുതിയ പുസ്തകത്തെക്കുറിച്ച് നമ്മളിവിടെ അറിയുന്നതും ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ വായനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ വികസിച്ചത് എന്ന് പറയാം. എന്നാൽ അതേസമയം തന്നെ അജിംസ് ഒന്ന് രണ്ടാം മുഴുവൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കും. രണ്ടാം മുഴുവത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മലയാള ഭാഷ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മഞ്ഞ് പോലുള്ളൊരു കൃതിയിലോ അല്ലെങ്കിൽ നാലുകെട്ടിലോ ഒന്നും കാണുന്ന ഭാഷയേ അല്ലല്ലോ. മുഴുവനായും ഈ ഇതിഹാസത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അതിനെ നല്ല തോതിൽ ആധുനികവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയിലേക്ക് രണ്ടാം മുഴുവത്തിന്റെ വിശദമായിട്ട് വരേണ്ടതുണ്ട് പ്രമോദ്.